ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതുപോലെ കുറച്ച് പ്രോബ്ലംസും നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇത് ഒരു കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടറാണെന്ന് സങ്കല്പിക്കാം. ഈ കണ്ടക്ടറിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്നിരിക്കട്ടെ. ഈ എക്സ്പ്രഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് എങ്ങനെയാണ് മൂവ് ചെയ്തിരുന്നത്? റാൻഡം മോഷനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺസ് റാൻഡം മോഷനിലായിരുന്നു. അതിൻ്റെ ആവറേജ് വെലോസിറ്റി അപ്പോൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി V1 ആണെന്നിരിക്കട്ടെ. രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി V2 ആണെന്നിരിക്കട്ടെ. മൂന്നാമത്തെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി V3 എക്സെട്ര. അവസാനത്തെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി Vn ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. എങ്ങനെ ആവറേജ് കാണുക? V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് എക്സെട്ര പ്ലസ് Vn ഡിവൈഡഡ് ബൈ n ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ്, നെഗറ്റീവ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റാൻഡം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രോൺസ് എല്ലാം കൂടി പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് അക്യൂർ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഈ കണ്ടക്ടറിനകത്തുള്ള ഓരോ ഇലക്ട്രോണും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = QE ആണ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോണും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് F = QE. ഇവിടെ Q എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. Q = ചാർജ് ഓഫ് ഇലക്ട്രോൺ. ദാറ്റ് ഈസ് F = Q ചാർജ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. അപ്പം ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? -E ഇൻറ്റു E. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോണും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് F = -EE. ഓക്കെ, ഈ ഫോഴ്സിൻ്റെ ഫലമായി ഓരോ ഇലക്ട്രോണിലും അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ ഓഫ് ഈച്ച് ഇലക്ട്രോൺ. ആക്സിലറേഷൻ ഓഫ് ഈച്ച് ഇലക്ട്രോൺ. ഈ ഫോഴ്സിൻ്റെ ഫലമായി ഓരോ ഇലക്ട്രോണും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ F = ma. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A = F/m. അപ്പോൾ A = Fന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -E/m. ഇവിടെ m എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്സാണ്.
ഈ ആക്സിലറേഷൻ്റെ ഫലമായി ഇലക്ട്രോണുകൾ പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ കണ്ടക്ടറിലുള്ള അയോൺസുമായി ഈ ഇലക്ട്രോണുകൾ കൂട്ടിയിടിക്കുന്നു. അപ്പോൾ ആഫ്റ്റർ കൊളിഷൻ ആ ഓരോ ഇലക്ട്രോണിൻ്റെയും വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അതിനായി നിങ്ങളെ V = U+AT എന്ന ഇക്വേഷൻ സഹായിക്കും. അപ്പോൾ ആഫ്റ്റർ കൊളിഷൻ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ = V1 + A τ1, where τ1 is called റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. അതുപോലെ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഇലക്ട്രോൺ അപ്പോൾ എത്രയായിരിക്കും? വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഇലക്ട്രോൺ = സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി V2 പ്ലസ് ആക്സിലറേഷൻ എല്ലാ ഇലക്ട്രോണിനും സെയിം തന്നെയാണ് A τ2. അതുപോലെ വെലോസിറ്റി ഓഫ് തേർഡ് ഇലക്ട്രോൺ = V3 പ്ലസ് A τ3, എക്സെട്ര എക്സെട്ര. വെലോസിറ്റി ഓഫ് nth ഇലക്ട്രോൺ = Vn പ്ലസ് A τn. ഈ വെലോസിറ്റികളുടെ എല്ലാം കൂടി ആവറേജ് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് VD എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ വെലോസിറ്റികളുടെ എല്ലാം കൂടി ആവറേജ് ആണ്. ആവറേജ് ഓഫ് ദീസ് വെലോസിറ്റീസ്. ഓക്കെ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി = ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി V1 പ്ലസ് A τ1 പ്ലസ് രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി V2 പ്ലസ് A τ2 പ്ലസ് എക്സെട്ര പ്ലസ് nth ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി Vn പ്ലസ് A τn ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n. അപ്പോൾ VD = ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? V1 പ്ലസ് V2 പ്ലസ് എക്സെട്ര പ്ലസ് Vn ബൈ n പ്ലസ് A ഇൻറ്റു τ1 പ്ലസ് τ2 പ്ലസ് എക്സെട്ര പ്ലസ് τn ബൈ n എന്ന് എഴുതാം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. V1 പ്ലസ് V2 പ്ലസ് എക്സെട്ര പ്ലസ് Vn ബൈ n എന്ന് പറയുന്നത് 0 ആണ്. പ്ലസ് A ഇൻറ്റു τ1 പ്ലസ് τ2 പ്ലസ് എക്സെട്ര പ്ലസ് τn ബൈ n എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമുകളുടെ ആവറേജ് ആണ്. അതിനെ നമുക്ക് τ എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പം ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് കിട്ടി? VD = A τ എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി = ആക്സിലറേഷൻ എന്താണെന്ന് നമുക്കറിയാം, -EE/m ഇൻറ്റു τ. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുവാനുള്ള എക്സ്പ്രഷൻ. ഓക്കെ. ഇൻ ദിസ് ഇക്വേഷൻ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് opposite to the direction of electric field. Next, relation between current and drift velocity. ഇതൊരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് L, അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം n ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ കണ്ടക്ടറിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് = യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് n ആണ്. n ഇൻറ്റു ഈ കണ്ടക്ടറിൻ്റെ ടോട്ടൽ വോളിയം. ഈ കണ്ടക്ടറിൻ്റെ ടോട്ടൽ വോളിയം എത്രയായിരിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, അതുപോലെ ലെങ്ത് L. അപ്പം
AL. But total number of electrons in this conductor is equal to N into AL. Therefore, charge on total number of electrons. Charge on total number of electrons is equal to total number of electrons NaL into ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E. അപ്പോൾ ചാർജ് ഓൺ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു NaLe. ഇനി നമുക്കറിയാം കറണ്ട് I is equal to Q/T ആണ്. ക്യൂവിന് പകരം NaLe ഡിവൈഡഡ് ബൈ T. ഹിയർ L/T എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്, T എന്ന് വെച്ചാൽ ടൈം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഇസ് ഈക്വൽ ടു വെലോസിറ്റി. അപ്പം NA വെലോസിറ്റി, ഹിയർ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ഇൻറ്റു E. അപ്പം I ഇസ് ഈക്വൽ ടു NA E VD. N എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, A കോൺസ്റ്റൻ്റ് ആണ്, ഇയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ I ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു VD. ഇതാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രോബ്ലം, എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 200 volt ഈസ് applied across the ends of a conductor of resistance 50 ohm. Calculate the number of electrons flowing through it in 1 second. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ആദ്യം ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഈ ക്വസ്റ്റ്യനിൽ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 200 volt, അപ്പോൾ V is equal to 200 volt എന്ന് തന്നിട്ടുണ്ട്. is applied across the ends of a conductor of resistance 50 ohm. അപ്പോൾ R is equal to 50 ohm എന്നും തന്നിട്ടുണ്ട്. അതുപോലെ ടൈം തന്നിട്ടുണ്ട്. ടൈം is equal to 1 second. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. N is equal to question mark. നമുക്കറിയാം I is equal to NE/T ആണ്. ഇവിടെ നമുക്ക് ആദ്യം I കണ്ടുപിടിക്കാം. I കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? V/R. അപ്പോൾ V/R is equal to NE/T. Vക്ക് പകരം 200. 200/R 50 is equal to N into ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1.6 into 10⁻⁻19 ഡിവൈഡഡ് ബൈ ടൈം 1 second. 200നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 4. അപ്പോൾ 4 is equal to N into 1.6 into 10⁻⁻19. Therefore, N is equal to 4 divided by 1.6 into 10⁻⁻19 is equal to 2.5 into 10⁻19 electrons. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 5 ohm ഈസ് ഡ്രോൺ ഔട്ട് സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ന്യൂ റെസിസ്റ്റൻസ്. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോകാം. തുടക്കത്തിൽ R is equal to 5 ohm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത് L is equal to L ആണെന്നും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A is equal to A ആണെന്നും ഇരിക്കട്ടെ. ഈ വയറിനെ നമ്മൾ എന്താ ചെയ്തത്? ഈസ് ഡ്രോൺ ഔട്ട് സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഈ വയറിൻ്റെ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ പുതിയ ലെങ്ത് L ഡാഷ് ഇസ് ഈക്വൽ ടു L പ്ലസ് 2L ആയിരിക്കും. ഇസ് ഈക്വൽ ടു 3L.
അപ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ രണ്ട് സന്ദർഭങ്ങളിലും വോളിയം ഓഫ് ദി വയർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വോളിയം ഓഫ് ദി വയർ റിമെയിൻസ് കോൺസ്റ്റൻ്റ്. ദാറ്റ് ഈസ് ഇനിഷ്യലി ആ വയറിൻ്റെ വോളിയം A/L ആണ്. ഇസ് ഈക്വൽ ടു വലിച്ചു നീട്ടി കഴിയുമ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് A', L' ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ A' ഇസ് ഈക്വൽ ടു AL/L' ഇസ് ഈക്വൽ ടു AL/L' എന്ന് പറയുന്നത് 3L ആണ്. L and L will be cancelled. Then A' is equal to A/3. അപ്പോൾ പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A/3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയ റെസിസ്റ്റൻസ് ആണ് R'. അപ്പോൾ R' is equal to R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ρL/A. അപ്പോൾ R' is equal to ρL'/A'. അതായത് റെസിസ്റ്റിവിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് R' is equal to ρL'/A' എന്ന ഇക്വേഷൻ എടുത്തത്. is equal to ρ*L' പകരം നമുക്കറിയാം പുതിയ ലെങ്ത് എന്ന് പറയുന്നത് 3L ആണ്. 3L ഡിവൈഡഡ് ബൈ A' പകരം A/3 ഈസ് ഈക്വൽ ടു ഈ 3 അങ്ങ് മുകളിൽ പോകും. അപ്പോൾ ρL/A/9. എന്നാൽ ρL/A എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പം R/9. ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് തുടക്കത്തിൽ തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ 5 ഓം ആണ്. അപ്പോൾ 5 × 9 ഇസ് ഈക്വൽ ടു 45 ഓം. ഇതാണ് പുതിയ റെസിസ്റ്റൻസ്. നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 5 ഓം ഈസ് ഡ്രോൺ ഔട്ട് സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ന്യൂ റെസിസ്റ്റൻസ്. ഈ ക്വസ്റ്റിൻ്റെയും തുടക്കത്തിൽ റെസിസ്റ്റൻസ് R is equal to 5 ഓം ആണ്. L is equal to L ആണെന്നിരിക്കട്ടെ. അതുപോലെ A is equal to A ആണെന്നിരിക്കട്ടെ. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് എന്നാണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇവിടെ ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ L' എന്ന് പറയുന്നത് 2L ആയിരിക്കും. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കണം? അപ്പോഴുള്ള റെസിസ്റ്റൻസ് R' കണ്ടുപിടിക്കണം. നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A' കണ്ടുപിടിക്കണം. ഓക്കെ, ഈ രണ്ട് സന്ദർഭങ്ങളിലും വോളിയം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനാൽ AL is equal to A', അപ്പോൾ A' is equal to AL/L' is equal to AL/L' is equal to 2L ആണ്. എല്ലും ക്യാൻസലായി. അപ്പോൾ A' is equal to A/2. ഇനി നമുക്ക് പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R' കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ρL'/A' is equal to ρ*L' എന്ന് പറയുന്നത് 2L ബൈ A' എന്ന് പറയുന്നത് A/2 is equal to ρ*L/A into 4. ഇതിൽ ρL/A എന്ന് പറയുന്നത് R into 4. R തന്നിട്ടുണ്ട് 5. അപ്പോൾ 5 into 4 is equal to 20 ohm.
ഇനി നമുക്ക് നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. എ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു മേക്ക് ഇറ്റ് 0.2% ലോങ്ങർ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക.